ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളൊരു ചെറിയൊരു ട്രിപ്പിലാണുള്ളത്. സന്ധ്യ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കുറേ ദൂരം എത്തിയപ്പോഴാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ ഇത്ര 2 വർഷമായി ലോങ് ട്രിപ്പ് പോയിട്ട്. എത്തി. നമുക്കൊന്ന് വണ്ടിയിൽ എണ്ണ അടിച്ചേക്കാം അല്ലേ? എണ്ണ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പ് കയറി. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഒരു വണ്ടി വെക്കേണ്ട ഗ്യാപ്പ് പോലും ഇല്ലാത്ത പോലെ എങ്ങനെയൊക്കെ നമ്മളവിടെ എത്തി. എണ്ണ അടിച്ച് പുറത്തേക്ക് പോന്നു. പാലത്തിന്റെ അടിയിലാണ് പെട്രോൾ പമ്പ് വരുന്നത്. അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടാവും. ചെറിയൊരു വഴിയാണ്. യാത്ര റിസ്ക്കുമാണ്, പക്ഷെ നല്ല എന്താ പറയാ, അടിപൊളിയാണ്. എനിക്ക് രാത്രി യാത്ര ഭയങ്കര ഇഷ്ടമാണ്. ആകെ ഏട്ടം വരുമ്പോഴാണ് നമ്മൾ രാത്രിയിലെ യാത്ര അധികം പോവാറ്. റോഡൊക്കെ നല്ല അത്യാവശ്യം നല്ല റോഡൊക്കെ തന്നെയാണ്. പാലത്തിന്റെ അടിയിലേക്ക് കൂടി പോയി ഇനി കുറച്ചങ്ങോട്ട് പോയിട്ട് മുകളിലേക്ക് കയറണം. തിരിച്ചു വരുമ്പോഴാണ് വേറെ ഒരു പെട്രോൾ പമ്പ് കൂടി കണ്ടത്. അവിടെ അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. തിരിച്ച് പോകുന്ന സമയത്ത് അത് കാണത്തുള്ളൂ. അപ്പോൾ അറിയാം. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. കുറച്ച് കഴിഞ്ഞാൽ രാത്രിയത്തെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും യാത്ര ആരംഭിച്ചു. മക്കൾ കുറേ ദൂരം എത്തിയപ്പോൾ ഉറങ്ങി. പിന്നെ നമ്മളധികം റിസ്ക് എടുത്തില്ല. റൂം എടുത്തു, അവിടെ ഉറങ്ങി. രാവിലെ ആയി. റൂമിൻ്റെ താഴെ തന്നെ എന്താ പറയുക, റൂമിൻ്റെ കുറച്ചപ്പുറം തന്നെ നല്ലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. മലയാളിയുടെ ആയതുകൊണ്ട് പുട്ടും ദോശയും ഒക്കെ കിട്ടി. ഇഡ്ഡലിയാണ് അവിടുത്തെ സൂപ്പറായിട്ട് എനിക്ക് തോന്നുന്നത്. വെറൈറ്റി ചട്നിയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെയും യാത്ര തുടങ്ങി. നമ്മൾ ഏകദേശം പാലക്കാട് എത്തിയപ്പോൾ കൽപ്പാത്തി വരെ കയറണ്ടേ. അപ്പോൾ നമ്മൾ കയറിയ സമയം എന്ന് പറഞ്ഞാൽ നല്ലതാണ്. എന്ന് വെച്ചാൽ അവിടെ രഥോത്സവം നടക്കുകയാണ്. വലിയ വലിയ രഥങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തുടക്കം മുതൽ അവസാനം വരെ ചന്തയും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെയല്ല, ചന്തയിലൊക്കെ നമ്മുടെ നാട്ടിൽ തെയ്യത്തിൻ്റെ സമയത്ത് ചന്തയിലൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെയൊക്കെ എന്താ പറയുക, കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങിച്ചു കൊടുത്തു. കാതുകുത്തിയതാണല്ലോ, കാതുകുത്തിയപ്പോൾ കുറച്ച് കമ്മൽ വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് പാലക്കാടേക്ക് വരുന്നത്. അതിൻ്റെ ഒരു ത്രില്ലും കൂടി ഉണ്ട്. എല്ലാ വീടിന്റെ മുന്നിൽ കോലം വരച്ചിട്ടുണ്ടേ. ചെറിയ ചെറിയ വീടാണെങ്കിലും നല്ല വൃത്തിക്ക് അവർ സൂക്ഷിച്ച് വെച്ച് മുറ്റത്ത് എന്താ പറയാ കോലം വരച്ചിട്ടുണ്ട്. അത്രേ സമയമായുള്ളൂ. എന്നാലും വഴിയിലെ ചന്തയിലൊക്കെ ആള് നിറയാൻ തുടങ്ങി. ചന്ത ഒരുക്കുന്നതേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങേ അറ്റം വരെ പോയി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിക്കുകയും ചെയ്തു ഞങ്ങൾ. ഇപ്പോൾ ഇവിടുത്തെ തേര് ഇതാണ്. തേര്
ഇതും വലിയ എന്താ പറയുക രഥം എന്ന് പറഞ്ഞാൽ വലിയ രഥമൊക്കെ ഉണ്ടായിരുന്നു. അത് വീഡിയോ എടുത്തപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തോ ഡിലീറ്റ് ആവുക എന്തോ ചെയ്തു. ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം.